നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. ഭരണം അതൊരു തുലാസിലായിരിക്കുന്ന അവസ്ഥയാണ്. അതിനിടയിൽ ഇതാ ആർ സുഗതനും ബി.ജെ.പിക്കും വീണ്ടും കോടതിയിൽ നിന്ന് തിരിച്ചടി. കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർ ആർ സുഗതന്റെ കാപ്പ തടവ് കാപ്പ ഉപദേശക സമിതി ശരിവച്ചിരിക്കുകയാണ്. 6 മാസത്തെ കാപ്പ തടവാണ് കാപ്പ ഉപദേശക സമിതി ശരിവച്ചിരിക്കുന്നത്. സുഗതനെ തടങ്കലിൽ വയ്ക്കാൻ തക്കതായ കാരണം ഉണ്ട് എന്നാണ് ഉപദേശക സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുഗതന്റെ തടങ്കൽ തുടരുമെന്ന് കാട്ടി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. അറസ്റ്റിലായ ജൂൺ 10 മുതൽ 6 മാസം സുഗതൻ ജയിലിൽ തുടരേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. വധശ്രമ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളാണ് സുഗതനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സുഗതന് ഈ ഒരു നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാവുന്നതാണ്, ഹൈക്കോടതിയിലേക്ക് പോകാവുന്നതാണ്. എന്നാൽ ഹൈക്കോടതിയും ഇത് തള്ളുകയാണെങ്കിൽ സുഗതൻ ജയിലിൽ തുടരേണ്ടി വരും. എന്തായിരിക്കും സുഗതന്റെ അടുത്ത നീക്കം എന്നതും നിർണായകം. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കമാണ് ഉണ്ടാവുക. കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഹൈക്കോടതിയും കൂടി ഈ ഒരു അപേക്ഷ തള്ളിയാൽ ഇതോടെ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന ഭരണസമിതിക്കും വലിയ കനത്ത തിരിച്ചടിയായി ഇത് മാറും. 101 അംഗ ഭരണസമിതിയിൽ സുഗതൻ ഉൾപ്പെടെ 50 അംഗങ്ങളാണ് ബി.ജെ.പിക്കുള്ളത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് ബി.ജെ.പി. നിലവിൽ ഭരിക്കുന്നത്. സുഗതന്റെ 2 ജാമ്യാപേക്ഷകൾ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. മാർച്ചിൽ വട്ടിയൂർക്കാവ് വെള്ളക്കടവ് ജംഗ്ഷനിൽ വച്ച് അരുവിപ്പുറം കുളുമല സ്വദേശി പ്രശാന്തിനെ മർദ്ദിച്ച കേസിലും കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ ആക്രമിച്ച കേസിലുമാണ് സുഗതന്റെ ജാമ്യ ഹർജി തള്ളിയത്. വധശ്രമ കേസുകൾ, ഭീഷണിപ്പെടുത്തൽ, വഴി തടയൽ, പോലീസിനെതിരെ കയ്യേറ്റം, വീട് കയറി വാഹനം അടിച്ചു തകർക്കൽ, ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന, ആയുധം കൊണ്ട് മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ കേസുകളാണ് സുഗതനെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്തായാലും സുഗതന്റെ രാഷ്ട്രീയ ഭാവിയെപ്പറ്റി നിലവിൽ ഒരു അനിശ്ചിതത്വത്തിലാണ് നിൽക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറാണ് സുഗതൻ. പക്ഷെ തുടർച്ചയായി 3 കൗൺസിലിൽ പങ്കെടുക്കാതിരുന്നാൽ സുഗതൻ അയോഗ്യത നേരിടേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർമാരുടെ അംഗസംഖ്യയിൽ കുറവുണ്ടാകും. വി രാജേഷിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഭരിക്കുന്ന ബി.ജെ.പിയുടെ അംഗസംഖ്യ 51 കഴിഞ്ഞ കൗൺസിൽ യോഗത്തിനിടെ നമ്മൾ കണ്ട കാഴ്ചകൾ വലിയ സംഘർഷമായിരുന്നു. കൗൺസിൽ യോഗത്തിനിടെ ഉണ്ടായത് സുഗതൻ ഒപ്പിടാനായി അറ്റൻഡൻസ് രജിസ്റ്റർ മാറ്റിവെച്ചെന്ന് ആരോപിച്ചായിരുന്നു കോൺഗ്രസ് ബി.ജെ.പി. അംഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായത്. എന്തായാലും ഇനിയും കൗൺസിൽ യോഗം ചേരേണ്ടതായിട്ടുണ്ട്. സുഗതന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനമെന്നത് നിർണായകം. മേയറിന്റെ ഭാഗത്ത് നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുമോ? ഒരു അംഗത്തെ കൂടി സംരക്ഷിക്കുക എന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു ആവശ്യകതയാണ്. അപ്പോൾ എങ്ങനെയാണ് നീക്കങ്ങൾ എന്നത് വരും ദിവസങ്ങൾ കണ്ടറിയാം. അതേസമയം സുഗതനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വാശിയേറിയ പോരാട്ടമാണ് അരങ്ങേറിയത്. നേരത്തെ അന്നേ ദിവസം സുഗതന്റെ വക്കീൽ മാധ്യമങ്ങളോട് സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഒരു ദിവസമല്ല, 4 മണിക്കൂർ കസ്റ്റഡിയെ കൊടുത്തിട്ടുള്ളൂ. 1:30 മണി മുതൽ 5:30 മണി വരെ. ചിലപ്പോൾ അതിനു മുമ്പ് അവർ തിരിച്ച് പ്രൊഡ്യൂസ് ചെയ്യും. എസ് ഐക്കെതിരെ ആരോപണം, ഹരാസ്മെന്റ് ഉണ്ടായിരുന്നു. എസ് ഐ കസ്റ്റഡി വാങ്ങിക്കുന്നതിന്, കോടതി കസ്റ്റഡിയിൽ ആ എസ് ഐക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എസ് ഐ മെഡിക്കൽ പരിശോധനയ്ക്ക് പോയ വാഹനത്തിൽ എസ് ഐ ഇടിച്ചു കയറി. വിയൂരിൽ നിന്ന് വന്ന് എസ് ഐ ഇറക്കിയിട്ട് ഇദ്ദേഹം കയറിയിട്ട് ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തു. ആ കംപ്ലൈൻറ്റ് സുഗതൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി ഇത് റെക്കോർഡും ചെയ്തിട്ടുണ്ട്. ആ കംപ്ലൈൻറ്റിൽ ഞങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ അങ്ങനെ ഹരാസ്മെൻറ്റ് കോടതി കൊടുക്കുന്നതിന് മുമ്പ് പോലും വീണ്ടും ഹരാസ് ചെയ്ത ആ ഓഫീസറുടെ കയ്യിൽ ഇയാൾ കസ്റ്റഡിയിൽ സുരക്ഷിതനല്ല എന്ന് കോടതിക്ക് തന്നെ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ മാറ്റി അന്വേഷണത്തിനായിട്ടും കസ്റ്റഡി കൊണ്ടുപോകാനായിട്ടും വെച്ചിട്ടുണ്ട്. അല്ല, ഇതിലിപ്പം ബെയിൽ ആപ്ലിക്കേഷൻ ഓൾറെഡി ഫയൽ ചെയ്ത് കഴിഞ്ഞു. ആ ബെയിൽ ആപ്ലിക്കേഷൻ കഴിയുന്നതും ഇന്ന് കേൾക്കും, അല്ലെങ്കിൽ നാളത്തേക്കായിരിക്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കേട്ടില്ല. ഹരാസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഇതുപോലെ കിടത്താൻ പറ്റും. അതിൽ കറക്റ്റ് പറഞ്ഞൊരു ഇത്, നീ വാള മീനിനെ പിടിക്കണം കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ കുറേ നേരം അത് വിട്ട് ചൂണ്ട വിട്ട് കൊടുക്കും. അവസാനം ഒരു പിടിപിടിക്കും. അതിൽ പിന്നെ ഇറങ്ങൂല, നീ ജയിലിടിഞ്ഞാലും ഇറങ്ങൂല എന്ന് പറഞ്ഞു. അത് വ്യക്തമായിട്ട് സുഗതൻ കോടതിയിൽ പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ BP പെട്ടെന്ന് ഷൂട്ടപ്പായി ആശുപത്രിയിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് നടത്തിയിട്ടാണ് കൊണ്ടുവന്നത്. അതാണ് കൊണ്ടുവരാൻ പോലും താമസം വന്നത്. തീർച്ചയായിട്ടും പോലീസിനെതിരെ നടപടി, അതാണല്ലോ കംപ്ലൈന്റ്. കോടതി സോമോട്ടോ ആ കംപ്ലൈന്റ് വാങ്ങിച്ചത്. ഇനി അതിന്മേൽ സാക്ഷികളെ കൊടുത്തിട്ട് അത് അവർക്കെതിരെ MC പ്രൊസീഡിങ്സ് എടുക്കും. ഇവർക്കല്ല, വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിലാണ് കസ്റ്റഡി ചോദിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ വട്ടിയൂർക്കാവ് SI ആണ്. ആ SI ആണ്
കോടതിയുടെ കോടതി SIക്ക് കസ്റ്റഡി കൊടുക്കുന്നതിന് മുമ്പേ അയാളുടെ കൂടെ മെഡിക്കൽ പരിശോധനയ്ക്ക് പോയിട്ട് ഹരാസ് ചെയ്യാൻ ശ്രമിച്ചത്. അങ്ങനെ ഹരാസ് ചെയ്യുന്ന ഒരു ഓഫീസറുടെ കയ്യിൽ ഒരിക്കലും കോടതി ഇത് വിട്ടുകൊടുക്കില്ല. വൈ ബിക്കോസ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലീസ് കസ്റ്റഡി എന്ന് പറയുന്നത് ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ളതും സീരിയസും ആയിട്ടുള്ള ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആണ്. അത് വളരെ അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റിയിൽ മാത്രമേ കോടതി നോക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ കയ്യിൽ സുഗതനെ വിട്ടുതരില്ല, വേറെ ആളെ കൊണ്ടുവരാൻ പറയും. തീർച്ചയായിട്ടും 100% വേട്ടയാടലില്ലേ. കാരണം ഈ കേസിൽ അക്യൂസിന്റെ പ്രതിഭാഗത്ത് നിന്നും ഞാനാണ് പ്രൊഡക്ഷൻ വാറന്റ് ഇട്ടത്. ആക്ച്വലി ഇയാളെ അറസ്റ്റ് ചെയ്തത് 9-ാം തീയതിയാണ്, 9/6. അത് മാധ്യമങ്ങളെല്ലാം കാണിച്ചതാണ്. 9/6 രാത്രി അവിടെ വെടിവെച്ച് എടുത്തോണ്ട് പോണത്. എന്നിട്ട് അറസ്റ്റ് കാപ്പയിൽ റെക്കോർഡ് ചെയ്തേക്കുന്നത് 10/6 രാവിലെ 2:45 മണിക്കാണ്. മാത്രമല്ല ഈ കേസിൽ, അതായത് ഇന്നിപ്പം ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുള്ള ഒരു 110 കേസ്, പഴയ 308, ആ കേസിൽ ഹൈക്കോടതി 24-ാം തീയതി വരെ സുഗതന് സറണ്ടർ ചെയ്യാൻ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു, എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് പെട്ടെന്ന് ഒന്ന് പിടിച്ചിട്ട് കൊണ്ടുപോയത്. അപ്പം കോടതി ഉത്തരവിനെ ഒരിക്കലും സുഗതൻ ലംഘിച്ചിട്ടില്ല. കോടതി ഉത്തരവ് 24-ാം തീയതി വരെ ഇരിക്കുകയാണ്. 9-ാം തീയതി വന്ന് ഇതുപോലെ കസ്റ്റഡി എടുത്തുകൊണ്ട് പോയത്. വേട്ടയാടൽ തന്നെയാണ് ആ കേസിൽ ഇതുവരെ. അല്ലെങ്കിൽ ഈ 2 കേസുകളുണ്ട് ജാമ്യം എടുക്കാൻ. ആ 2 കേസുകളിലും ഇതുവരെ പ്രൊഡക്ഷൻ വാറണ്ട് പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടില്ല. ശാരീരികമായ ഉപദ്രവം ഇല്ല, സുഗതൻ പറഞ്ഞു, അതൊന്നും ചെയ്തിട്ടില്ല. മാനസികമായിട്ട് എന്തായാലും നിന്നെ വിട ഉദ്ദേശിക്കുന്നില്ല, നീ അമ്മയ്ക്ക് നിന്റെ ഭാര്യയും മക്കളും കൊണ്ട് കേസ് കൊടുത്തല്ലോ, അവരും ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, അതും അന്വേഷണത്തിന് വരേണ്ടത് എന്ന രീതിയിലൊക്കെയാണ് ഹരാസ്മെന്റ് നടത്തുന്നത്. അതെല്ലാം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, കോടതി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇല്ല, കോടതി കസ്റ്റഡി കൊടുക്കുമ്പോഴേക്കും അയാളെ യാതൊരു തരത്തിലും ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കരുത്. കസ്റ്റഡി റിക്കവറി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക. ലാ ആൻഡ് ഓർഡർ ഒരു വയലേഷനോ ഒരു പ്രശ്നമോ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തുവിടുന്നത്. തീർച്ചയായിട്ടും അതിന് മെഡിക്കൽ റെക്കോർഡ്സ് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് കണ്ടത്. ആ ഹൈക്കോടതിയിൽ പോലും ഇപ്പോൾ എക്സ്റ്റൻഷൻ ഓർഡർ ആക്ച്വലി 1-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് 2 പേർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടും ഒരാൾക്ക് സുഗതന്റെ ജാമ്യം നിരാകരിച്ചുകൊണ്ടും ഉത്തരവുണ്ടാകുന്നു. എന്നിട്ട് അതിൽ പാർട്ട്ലി അലോഡായിട്ടുള്ള ആ കേസിൽ സുഗതനോട് 7 ദിവസത്തിനകം, എന്ന് പറഞ്ഞാൽ 1-ാം തീയതി അനുവദിക്കുന്നു, 8-ാം തീയതി വരെ സുഗതന് കയറാൻ അല്ലെങ്കിൽ ഹാജരാകാൻ സമയമുണ്ട്. അങ്ങനെ ഇരിക്കെ സുഗതന് ചിക്കൻ ബോക്സ് പിടിക്കുന്നു. 5-ാം തീയതി തന്നെ എൻ്റെ റെക്കോർഡ്സ് വെച്ച് അതേ കോടതിയിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. ഇപ്പോൾ പഴയതുപോലല്ല, ഇൻസ്ട്രക്ഷൻ ഓൺലൈനിലാണ് കൊടുക്കുന്നത്. സെക്കൻഡ്, മിനിറ്റ്, അവർ അത് വെച്ച് ആ ഇൻസ്ട്രക്ഷൻ പോയതാണ്. അത് പോയിട്ടും അത് മറച്ചു വെച്ചു. മാത്രമല്ല 9-ാം തീയതി അറസ്റ്റ് ചെയ്തിട്ടും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അപ്പോഴുപോലും പോലീസുകാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പോലും അറിയിച്ചിട്ടുമില്ല ഇങ്ങനെ ഓൾറെഡി അറസ്റ്റഡ് ആണ്. എങ്കിൽ ഒരിക്കലും കോടതി ഒരു ആന്റിസിപ്പേറ്ററി ബെയിലാണ്, അതിന്മേലൊരു എക്സ്റ്റൻഷൻ ഓർഡറാണ് ചോദിച്ചേക്കുന്നത്. പ്രീ അറസ്റ്റ് ബെയിലിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബെയിലിനെ പ്രസക്തിയില്ല. അപ്പം അതുപോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് പോലും മറച്ചു വെച്ചിട്ടാണ് ഇവർ അറസ്റ്റ് ചെയ്തത് 9-ാം തീയതി.